വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സതിയുടെ ജനനം ഭാഗ്യഭാഗമാണ്. പിതൃവാക്കുകൾ പീയൂഷധാര പോലെ അനുഭവപ്പെട്ട പ്രതീതിയിൽ ദക്ഷൻ തൻ്റെ വാത്സല്യനിധിയായ ഓമനപുത്രിയെ മടിയിലിരുത്തി ലാളിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ത്രിലോകങ്ങളിലുമുള്ള സുന്ദര വസ്തുക്കൾ കടഞ്ഞെടുത്ത് ചാലിച്ചു ചേർത്ത വർണ്ണനാതീതമായ അഴകിൻ്റെ ആകത്തുകയായി ഉമ കാന്തി ചൊരിഞ്ഞു നിന്നു. യൗവനദശയുടെ പുഷ്പവാടിയിൽ പ്രപഞ്ചസത്യത്തിന് നിദാനമായ പരബ്രഹ്മ ചൈതന്യം ഒരു നാരീരത്നമായി തീർന്ന ദേവിയെ ദർശിച്ച ദക്ഷൻ തൻ്റെ ഛേദോദർപ്പണത്തിൽ പുത്രിയുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഇടം നൽകി. വിശ്വമോഹിനിയായി അവതാരം കൊണ്ട ദേവിയെ എങ്ങനെയാണ് മഹേശ്വരന് നൽകുന്നത്? അദ്ദേഹമാണെങ്കിൽ സദാ പുലിത്തോലുമുടുത്ത് ഭിക്ഷാംദേഹിയായിട്ടാണ് നടക്കുന്നത്. ദേഹം മുഴുവനും ചാരവും പൂശി നടക്കുന്ന മഹേശ്വരൻ എൻ്റെ ഈ പുത്രിക്ക് അനുയോജ്യനായ ഒരുവനെ അല്ല. ബ്രഹ്മദേവൻ കാര്യങ്ങളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഉമയെ മഹേശ്വരൻ പാണിഗ്രഹണം ചെയ്യുമെന്ന് പ്രസ്താവിച്ചത്. തൻ്റെ പിതാവിൻ്റെ തീരുമാനങ്ങൾ ബ്രഹ്മനിശ്ചയത്തിന് വിരുദ്ധമാണെന്ന് ഉമയായി അവതരിച്ച ത്രൈലോക്യനാഥയായ ആദിപരാശക്തി തൻ്റെ അന്തർനയനശക്തിയാൽ ഗ്രഹിച്ചു. ഒരു മുൻകരുതലെന്ന പോലെ ദേവി ഉമാമാതാവായ വീരണിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മാതാശ്രീ, ശ്രീശങ്കരൻ്റെ ഭക്തയായി ജീവിക്കുക എന്ന പരമമായ ലക്ഷ്യത്തോടെയാണ് ഞാൻ ജനിച്ചതെന്ന കാര്യം അലംഘനീയമായ സത്യമാണ്. ആയതിനാൽ ആ മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി തപസ്സനുഷ്ഠിക്കാൻ ഞാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. അമ്മേ, ദയവായി എനിക്ക് ഈ സത്കർമ്മം ആചരിക്കാനുള്ള അനുവാദം തന്നാലും. തൻ്റെ വാത്സല്യപുത്രി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉത്തമ ലക്ഷണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന അനുയോജ്യനായ വരനെ തന്നെയാണെന്ന് ആ മാതാവിന് തോന്നി. പുത്രിയെ വാത്സല്യാതിരേകത്തോടെ മാറോടണച്ചുകൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നിൻ്റെ ജന്മം തന്നെ ഈ ഭൂമിയുടെ പുണ്യമാണ്. വിശ്വസത്യ ദർശനങ്ങളുടെ ഉറവിടമായ ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തി വരിക്കുവാനുള്ള നിൻ്റെ ആഗ്രഹം അത്യന്തം ഉദാത്തവും ശുഭകരവുമാണ്. അതുകൊണ്ട് എൻ്റെ മോള് ധൈര്യസമേതം മനസ്സിലെ ആഗ്രഹ സാഫലീകരണത്തിനായി പ്രവർത്തിച്ചുകൊള്ളുക. മാതൃവാക്യം ശ്രദ്ധയോട് കേട്ടുനിന്ന ഉമ സന്തുഷ്ടയായി. അമ്മയുടെ പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് മഹേശ്വരനെ തനിക്ക് ഭർത്താവായി ലഭിക്കണമെന്ന സംശുദ്ധമായ ആഗ്രഹം മനോക്ഷേത്രത്തിൽ കുടിയിരുത്തിക്കൊണ്ട് വ്രതാനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. പുണ്യദിവസങ്ങളിലെല്ലാം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സദാ ശിവപ്രീതിക്കായി പൂജ നടത്തുന്നത് സതി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. മഹേശ്വര സങ്കല്പം മാത്രം അകതാരിൽ അണിയിച്ചൊരുക്കി പ്രതീക്ഷിച്ചുകൊണ്ട് രാവും പകലും ദേവി പുഷ്പാർച്ചന നടത്തുകയും ധ്യാനിക്കുകയും വിധിപ്രകാരം പൂജിക്കുകയും ചെയ്തു. നിശ്ചലയായി നിന്ന് പരമശിവനെ ധ്യാനിക്കുന്ന ശിവയെ കാണാൻ സകല ദേവന്മാരും എത്തിച്ചേർന്നു. എന്നാൽ ബാഹ്യവിശേഷങ്ങൾ വിസ്മരിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി മഹേശ്വരനെ മാത്രം മനസ്സിൽ വച്ച് ധ്യാനിക്കുകയായിരുന്ന ഉമ ദേവന്മാരുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞതേയില്ല. ഉമയുടെ കഠിനമായ ധ്യാനനിഷ്ഠയിൽ സന്തുഷ്ടരായ ദേവന്മാർ ദേവിക്ക്
നമോവാകമർപ്പിച്ചുകൊണ്ട് കൈലാസേശ്വരനെ കാണാൻ യാത്ര തിരിച്ചു. കൈലാസത്തിൻ്റെ ഉയർന്ന കൊടുമുടിയിൽ ഇരിക്കുകയായിരുന്ന മഹേശ്വരനെ ദേവന്മാർ ഒത്തുചേർന്ന് സ്തുതിച്ചു. അല്ലയോ മഹാപ്രഭു, ജീവജാലങ്ങളിൽ അന്തര്യാമിയായി കുടികൊള്ളുന്ന പരമ്പൊരുളെ, അങ്ങ് ശരണാഗതനും സത്വരജസ്തമോ ഗുണങ്ങളുടെ ഉറവിടവും വേദങ്ങളുടെ അകക്കാമ്പുമാണ്. ഭക്തരുടെ ഹൃദയക്ഷേത്രങ്ങളിൽ സദാ വസിക്കുന്നതിൽ അതീവ തൽപരനായ അങ്ങയുടെ അനന്തമായ മായാശക്തി വിശേഷം മറഞ്ഞിരിക്കുന്നതിനാൽ അങ്ങ് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ്. പ്രഭു, ഞങ്ങളുടെ വിനീതമായ പ്രണാമം സ്വീകരിച്ചാലും. ബ്രഹ്മാവ്, മഹാവിഷ്ണു തുടങ്ങിയ ദേവസമൂഹത്തിൻ്റെ സ്തുതിയിൽ സംപ്രീതനായ പരമശിവൻ ഉറക്കെ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ആനന്ദാതിരേകത്തോടെയുള്ള ചിരിയുടെ വശ്യതയിൽ ആമോദരായിത്തീർന്ന വൃക്ഷലതാദികൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വന്ദിക്കുന്ന ഭാവത്തിൽ അവയുടെ ശിഖരങ്ങൾ മെല്ലെ കുനിച്ചു. കൈലാസപർവ്വതം അവാച്യമായ സുഖാനുഭൂതിയിൽ വിലയം കൊണ്ടു. ദിവ്യഭാവങ്ങൾ നടമാടുന്ന ഭഗവാന്റെ പൊന്നധരങ്ങളിൽ മന്ദസ്മിതം മായാതെ നിൽക്കവേ അദ്ദേഹം മൊഴിഞ്ഞു തുടങ്ങി. ഹേ ശ്രീപത്മനാഭ, ഹേ വിധാതാവേ, ദേവർഷിമാരെ, നിങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ അടുത്തേക്ക് വരാനുണ്ടായ സംഗതി എന്താണ്? ഈ ആഗമനത്തിൻ്റെ പിന്നിൽ എന്തോ പ്രധാന വിശേഷമുള്ളതായി നമുക്ക് തോന്നുന്നു. എന്താണെന്ന് വ്യക്തമാക്കിയാലും. ഉടനെ ബ്രഹ്മാവ് ഇപ്രകാരം ഉണർത്തിച്ചു. ലോകനാഥനായ സദാശിവ, ഞങ്ങളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നണഞ്ഞത് മഹത്തായ ഒരു കാര്യം അങ്ങയെ ധരിപ്പിക്കുവാനാണ്. ത്രിമൂർത്തികളായ നാം പരസ്പരം ഐക്യത്തോടെ കഴിയേണ്ടവരാണ്. അവിടുത്തെ കൽപ്പനപ്രകാരം ഞാൻ ഏറ്റെടുത്ത് നടത്തുന്ന സൃഷ്ടികളിൽ ദേവന്മാരും അസുരന്മാരും ഉൾപ്പെടുന്നു. ഈ സൃഷ്ടികളുടെയെല്ലാം സംരക്ഷണം ശ്രീഹരി നടത്തുന്നു. എന്നാൽ ദുഃഖകരമായ ഒരു സംഗതി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. ലോകത്തിൽ സുരന്മാരെക്കാൾ കൂടുതൽ അസുരന്മാരുണ്ടായിരിക്കുന്നു. അവർ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യം വന്നു ഭവിച്ചതിനാൽ അവരെ നിഗ്രഹിക്കാൻ മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനു തന്നെ അവർ ഭീഷണിയാകും. മഹാദേവ, ഈ കർത്തവ്യം നിറവേറ്റാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഗുരുതരമായ ഈ അപകടഘട്ടത്തിൽ സദാനേരവും അങ്ങ് യോഗമുക്തനായി കഴിഞ്ഞാൽ സംഹാരകർമ്മം നടത്താൻ ആരാണുള്ളത്? അവിടുന്ന് ഏൽപ്പിച്ച കർത്തവ്യം ഞാനും വിഷ്ണുവും നന്നായി നിർവഹിക്കുന്നു. നാം മൂവരും ഒന്നു തന്നെയാണെങ്കിലും അവിടുന്നാണ് പരമമായ പൊരുളും സത്യവും പരബ്രഹ്മവും. ഞങ്ങൾക്ക് പത്നിമാരുണ്ട്. എന്നാൽ അങ്ങ് മാത്രം ഏകനായി കഴിയുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉചിതമല്ല. അതുകൊണ്ട് ദേവന്മാരും മറ്റു ജീവികൾക്കും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യുന്നതിന് അങ്ങ് ഒരു കന്യകയെ പാണിഗ്രഹണം ചെയ്യണം. അതിസുന്ദരിയായ ഒരു കന്യകയെ സ്വീകരിക്കാൻ ദയവുണ്ടാകണം. ഓംകാരപ്പൊരുളും വിശ്വകലാനിധിയുമായ ശ്രീ പരമേശ്വരൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം നാം ശ്രദ്ധിക്കുകയായിരുന്നു. സൃഷ്ടിസ്ഥിതികൾ നടത്തി ലോകരുടെ ജീവിതഗതിയെ നടത്തിക്കുന്ന നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം നാം അറിയുന്നുണ്ട്. എന്നാൽ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളും അറിയേണ്ടതുണ്ട്. ലോകവിരക്തനായി തപസ്സനുഷ്ഠിക്കുന്നതിൽ നാം ഏറെ തൽപരനാണ്. എൻ്റെ വിവാഹ ജീവിതം ഒരിക്കലും യോജിച്ചതല്ല.
യോഗിയായി കഴിയുന്ന നാം മോക്ഷത്തിൻ്റെ അതിസുന്ദരമായ മാർഗത്തിലാണ് വിരാജിക്കുന്നതെന്ന സത്യം നിങ്ങൾക്ക് അറിയാത്തതല്ല. മായാബന്ധത്തിൽ നിന്നും മോചിതനായി കഴിയുന്ന എനിക്ക് പത്നിയെ കൊണ്ടെന്താണ് പ്രയോജനം? പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാധാരമായ വിശേഷ ജ്ഞാനമില്ലാത്തവരാണ് ഭോഗത്തിന് താൽപ്പര്യം കാട്ടുന്നത്. ഒരു കന്യകയെ സ്വീകരിക്കണമെന്ന് നിങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. അത് ഒരു ബന്ധമാണ്. മാത്രമല്ല, അങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ അതൊരു ബന്ധനവുമായി തീരുന്നതാണ്. എന്നാൽ ലോകനന്മയ്ക്ക് വേണ്ടതായ കർമ്മത്തിലേർപ്പെടേണ്ടത് നമ്മുടെയും കൂടി കർത്തവ്യമായതിനാൽ നിങ്ങളുടെ അഭിപ്രായത്തെ നാം മാനിക്കുന്നു. നമ്മുടെ യോഗ തേജസ്സിനെ സ്വീകരിക്കുവാൻ ശേഷിയുള്ളവളും യോഗവിദ്യ വിധിപ്രകാരം അഭ്യസിച്ചിട്ടുള്ളവളും ധാരാളം രൂപങ്ങൾ യഥാസമയം ധരിക്കാൻ വേണ്ടുന്ന സിദ്ധിവൈഭവം കൈവരിച്ചിട്ടുള്ളവളുമായ ഒരു കന്യകാരത്നത്തെ മാത്രമേ സ്വീകരിക്കാൻ എനിക്ക് കഴിയൂ. നാം യോഗത്തിൽ വിലയം കൊള്ളുമ്പോൾ അവളും യോഗിനിയായിരിക്കണം. നാം കാമാസക്തനായിരിക്കുമ്പോഴും അവളും അതേപടി കാമിനീഭാവത്തിൽ നമ്മുടെ അരികത്തുണ്ടായിരിക്കണം. നാം പറഞ്ഞ വിശേഷ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് സമ്മേളിച്ചിട്ടുള്ള ഏതെങ്കിലും കന്യക ഉണ്ടെങ്കിൽ അതാരാണെന്ന് പറയുക. ബ്രഹ്മസ്വരൂപമായ നാം ലോകരുടെ ശാന്തിക്ക് വേണ്ടിയാണ് വർത്തിക്കുന്നത്. നമ്മിലുള്ള ശിവം എന്ന പരബ്രഹ്മ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് നമ്മെ ആരാധിക്കുന്നവളും വിശ്വസിക്കുന്നവളുമായ ഒരു കന്യകയെ എനിക്ക് തരിക. ശ്രീ പരമേശ്വരൻ്റെ വാക്കുകൾ അമൃതം പോലെ അനുഭവിക്കുകയായിരുന്ന ശ്രീഹരിയും ബ്രഹ്മാവും തങ്ങളുടെ ആഗമനോദ്ദേശം സാർത്ഥകമായതിൽ സന്തുഷ്ടരായി. ബ്രഹ്മദേവൻ മഹേശ്വരനോട് പറഞ്ഞു, ലോകകല്യാണത്തിൻ്റെ മൂലതത്വമായി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന സദാശിവ, അങ്ങ് ആവശ്യപ്പെട്ടതിലധികം സവിശേഷ ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു തരുണീമണിയെ സ്വീകരിക്കണമെന്ന അപേക്ഷാഭാവത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ത്രൈലോക്യനാഥയായ സാക്ഷാൽ ജഗദംബിക സതിയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. പരമയോഗ്യയായ ആ ദേവി അങ്ങയുടെ വാമഭാഗത്തിരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹവും ഹൃദയ കോവിലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങ് ദയവായി ആ ജഗത് മാതാവിൻ്റെ ആഗ്രഹം സഫലമാക്കി കൊടുക്കണം. ഇതാണ് ഞങ്ങൾ എല്ലാ ദേവന്മാരും ആഗ്രഹിക്കുന്നത്. അവിടുന്ന് സതീദേവിയെ പരിണയിക്കുന്നതിലൂടെ ത്രിലോകങ്ങളിലും ശാശ്വതമായ ഐശ്വര്യത്തിൻ്റെ തേജസ് പ്രകാശിക്കട്ടെ. സദാശിവൻ മന്ദഹാസമലർ അധരങ്ങൾക്ക് ആഭരണമിട്ടുകൊണ്ട് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നാം കാര്യങ്ങൾ നിറവേറ്റുന്നതാണ്. അങ്ങനെ ദേവാധിദേവനായ കൈലാസേശ്വരൻ എല്ലാ പേരെയും അനുഗ്രഹിക്കുകയും സന്തോഷാധിക്യത്തോടെ അവർ മടങ്ങിപ്പോകുകയും ചെയ്തു. ഭഗവാൻ വീണ്ടും യോഗനിദ്രയിൽ ലയിക്കുകയും ചെയ്തു. നിരാകാരമായ ശിവം സച്ചിദാനന്ദമായി സദാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഒരേ തോതിൽ വസിക്കുന്നുവെങ്കിലും അത് അനുഭവിച്ചറിയാനുള്ള സൗഭാഗ്യമുള്ളവർ കോടികളിൽ ഒരാൾ എന്ന കണക്കിലേ ഉണ്ടാവുകയുള്ളൂ എന്ന പരമാർത്ഥം മായാവലയത്തിൽ കുടുങ്ങിക്കഴിയുന്നവർ അറിയുന്നതേയില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.